ശ്രീ പ്രമോദ് പുഴങ്കര, ജെൻ സി, ജെൻ ആൽഫ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ മാധ്യമമായ ഇൻസ്റ്റാഗ്രാം നമ്മൾ പരിശോധിച്ചാൽ ഈ സമരവുമായി ബന്ധപ്പെട്ട റീലുകളാണ് മുഴുവൻ. അതിൽ തന്നെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റൈറ്റ് വിങ് ഐഡിയോളജി സൂക്ഷിക്കുന്ന പാരൻസിന്റെ മക്കൾ അവരുടെ സ്വന്തം കുടുംബങ്ങളിൽ അവരുടെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം തെറ്റാണ് എന്ന് തിരുത്തുന്ന അഭൂതപൂർവമായ കാഴ്ചയാണ്. ഇന്ത്യയിലെ ഒരു ജനറേഷൻ ആകെ തന്നെ സർക്കാരിനെതിരെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന അഭൂതപൂർവമായ ഒരു രാഷ്ട്രീയ സന്ദർഭമാണ് രാജ്യം കാണുന്നത്. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഏതെങ്കിലുമൊക്കെ സമരം നടത്തുന്ന സംഘടനകളുടെ അല്ലെങ്കിൽ വിഭാഗങ്ങളുടെ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഒരു ജനറേഷൻ ആകെ സർക്കാരിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയോ സർക്കാരിനെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന ഒരു അനിതര സാധാരണമായ സാഹചര്യം നമ്മുടെ രാജ്യം കാണുകയാണ്. തീർച്ചയായും. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഈ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഈ പ്രക്ഷോഭത്തെ, ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ പ്രക്ഷോഭത്തെ സർക്കാരിനും സംഘപരിവാറിനും അത് ആ പ്രക്ഷോഭത്തിനോടുള്ള ഭയം എന്താണെന്ന് വെച്ചാൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും വോട്ട് ബാങ്കായിരുന്ന BJPയുടെയും സംഘപരിവാറിൻ്റെയും കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ട് കാലത്തെ അവരുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറ്റവും സഹായകരമായിരുന്ന ഇന്ത്യയിലെ മധ്യവർഗം, ഒരു ആസ്പിറേഷണൽ ക്ലാസ് എന്ന് വിളിക്കാവുന്ന ഇന്ത്യയിലെ മധ്യവർഗമാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും ഇന്ധനം ആയിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് യുവാക്കളാണ്, ആ യുവാക്കളുടെ കുടുംബങ്ങളാണ്. ആ ഇന്ത്യയിലെ ഇപ്പോൾ ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും ഒക്കെ ഗുണഭോക്താക്കളാകാൻ കഴിയുമെന്ന് ധരിച്ച ഒരു വലിയ വിഭാഗം മനുഷ്യരാണ്. ഇവരൊക്കെ അടങ്ങുന്ന ഒരു ലോവർ ഇൻകം മിഡിൽ ക്ലാസ് തൊട്ട് അപ്പർ മിഡിൽ ക്ലാസ് വരെയുള്ള ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ കൂടിയാണ് ഈ സമരത്തിൽ ഇപ്പോൾ അണിചേർന്നിട്ടുള്ളത്. ഇത് റൂറൽ യൂത്തിലേക്ക്, ഗ്രാമീണ യുവാക്കളിലേക്ക് കൂടി പടരുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു BJPയുടെ തന്നെ അടിത്തറയിൽ BJPയുടെ വോട്ട് ബാങ്കിനെ തകർക്കുന്ന ഒരു തരത്തിലുള്ള സമരമായി ഇത് മാറുമോ എന്നുള്ള ഒരു ഭീതി കൂടി അവർക്കുണ്ട്.